ഹായ് ഓൾ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി വ്ലോഗാണ്. ഒരു ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഞാനൊരു 19 ദിവസമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടില്ല. പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാനുള്ള മടി, നല്ല മടിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസിനാണ്. ഇപ്പം ഡിഗ്രി പ്രിലിംസൊക്കെ കഴിഞ്ഞു. എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ഒന്നും മനസ്സിലായില്ല. പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇത് എളുപ്പമായിരുന്നോ, ഇത് പാടായിരുന്നോ, ഇതിപ്പോൾ പഠിച്ചൊന്നും വന്നില്ലല്ലോ, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. നോക്കാം, ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ എന്താവും എന്നറിയാം. കാരണം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങോട്ടും ചാടാം ഇങ്ങോട്ടും ചാടാം, ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്താവും എന്നറിയില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഉള്ള പരീക്ഷ എന്ന് പറയുന്നത് 10th പ്രിലിംസ് ആണ്. അപ്പോൾ 10th പ്രിലിംസിന് വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മാത്സ് പഠിക്കുന്നതാണ്. മാത്സിന് കുറച്ച് എനിക്ക് മാത്സ് ടഫാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ChatGPT വെച്ചൊക്കെ പഠിക്കാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത് നോക്കുന്നുണ്ട്. എനിക്കത് നല്ലതായിട്ട് തോന്നി കേട്ടോ. അപ്പം ഞാൻ ChatGPTയുടെ ഹെൽപ്പോടെ ഇപ്പം മാത്സൊക്കെ ബേസിക്സൊക്കെ പഠിക്കുന്നു. അപ്പം അതൊക്കെ പഠിച്ചതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുകയാണ്. പിന്നെ 10th പ്രിലിംസിനായിട്ട് ഞാൻ SCRT ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ വായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒന്നും PSCക്ക് പഠിക്കുമ്പോഴൊന്നും SCRT ഞാൻ വായിച്ചിട്ടേ ഇല്ല. റാങ്ക് ഫയൽ നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സസ് നോക്കും, അങ്ങനെയേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നി SCRT ടെക്സ്റ്റ് ബുക്കൊക്കെ പഠിക്കണം. കാരണം റാങ്ക് കിട്ടുന്ന എല്ലാവരും അതെല്ലാം പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിനി അത് പഠിക്കാതിരിക്കരുതല്ലോ. അൾട്ടിമേറ്റായിട്ട് ജോലി കിട്ടണമല്ലോ. ഒന്നാമത് ഇപ്പം കോമ്പറ്റീഷൻ ഭയങ്കര കൂടി വരുവാണ്. പ്രായം കൂട്ടി, വേക്കൻസി കുറയുന്നു. അപ്പം നന്നായിട്ട് കഷ്ടപ്പെട്ടാലേ കിട്ടത്തുള്ളൂ. ഇപ്പം റിസർവേഷനൊന്നും ഇല്ലാത്തൊരു കാറ്റഗറിയിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ പിന്നെയും കഷ്ടപ്പാട് കൂടുതലാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ആളും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഞാനിപ്പം മാത്സ് ആവറേജ്, പിന്നെ ഏജിൻ്റെ കുറച്ച് പ്രോബ്ലംസ്, ഭയങ്കര ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഡിഫിക്കൾട്ട് ആയതുകൊണ്ട് ഞാൻ ബേസിക്സ് തൊട്ട് തന്നെ മാത്സ് പഠിക്കുന്നു. പിന്നെ എന്താണ്, ജോലിയുടെ കൂട്ടത്തിൽ പഠിത്തം കുഴപ്പമില്ല, മാനേജബിൾ ആണ്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നില്ലായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോയിരുന്നാലും ഒന്നാമതേ ചുറ്റുമിരിക്കുന്നവർ കാണാതെയൊക്കെ നമ്മൾ എടുക്കണം. കാരണം ഹോസ്റ്റലാണ്, അപ്പോൾ അവർക്ക് ഓക്കെ ആയിരിക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെയാണ് ഡിലേ വന്നത്. അതിൻ്റെ കൂടെ എൻ്റെ മടിയും കൂടി ആയപ്പോഴത്തേക്കും വീഡിയോ എടുക്കലേ നിന്നു. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഡിഗ്രി പ്രിലിംസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇനി ഇനി ഒരു ഘട്ടവും കൂടെ നടക്കാനുണ്ട്. 2 ഘട്ടം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാലല്ലേ നമുക്ക് എങ്ങനെയായിരുന്നു എന്ന് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളല്ലേ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 10th പ്രിലിംസ് ഇപ്പം ഡേറ്റ് വന്നിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 മന്ത്സേ ഉള്ളൂ. ജൂലൈ 18 പിന്നെ ഓഗസ്റ്റ് 1. ഇത് രണ്ടും ഫസ്റ്റാണോ സെക്കൻഡാണോ, അത് രണ്ടുമാണ് നമുക്കിപ്പോൾ ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഏകദേശം 2 മാസമേ ഉള്ളൂ. അപ്പോൾ ഇനി 10th പ്രിലിംസ് എനിക്ക് തോന്നുന്നു ഒന്ന് നന്നായിട്ട് പഠിച്ചാൽ കയറിപ്പോകാൻ പറ്റുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നൊരു എക്സാമാണ്. അറിയില്ല, ഞാൻ എക്സാം പാസ്സായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഡിഗ്രി പ്രിലിംസൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചുകൂടെ ക്രാക്കബിൾ ആണ്. ഇപ്പോൾ ജോലിയുടെ കൂടെയൊക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്കുള്ള സമയം വെച്ച് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ളൊരു സിലബസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസും ഉണ്ടല്ലോ, ക്ലാസ്സുകളൊക്കെ. അപ്പം ഞാനാണെങ്കിൽ യൂട്യൂബിൽ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞൊരു മാഡത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ മാഡം PYQs ഇടുന്നുണ്ട്. ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ SCRT റിലേറ്റഡ് ഫാക്ട്സുമായിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ അതിനകത്തെ ക്ലാസ്സുകൾ ഇപ്പം കൂടുന്നുണ്ട്. എനിക്കത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പം ഞാൻ ആ ക്ലാസ് കൂടുന്നുണ്ട്. പിന്നെ ഞാൻ ലക്ഷ്യയുടെ PQ സെഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് സെലക്റ്റീവ് ക്ലാസ്സസ്, എല്ലാം ഒന്നുമില്ല, ചില സെലക്റ്റീവ് ക്ലാസ്സസൊക്കെ ഞാൻ കൂടാറുണ്ട്. അപ്പോൾ അതും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ ഈ SCRTയുടെ ക്ലാസ് എനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി. കാരണം നമ്മളിപ്പം ഒരു ചാപ്റ്റർ വായിച്ചു, നമുക്ക് ആ ചാപ്റ്ററിൽ നമ്മളത് പഠിച്ചോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, കാരണം ബേസിക്കലി നമ്മുടെ ഒരു 80% ഓഫ് സിലബസ് GK ആണ്. അപ്പോൾ എത്ര പഠിച്ചാലും എവിടെയെങ്കിലുമൊക്കെ നമുക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ കൂടെ കറണ്ട് അഫെയർസും വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് വിട്ടുപോകരുത്. അപ്പം ഇങ്ങനെയുള്ള ക്ലാസ്സസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ വീക്ക് ഏരിയാസൊക്കെ അറിയാൻ പറ്റും. നമ്മൾ എന്തൊക്കെ ഇനി കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ യൂട്യൂബിലാണെങ്കിൽ ഇപ്പോൾ SCRT ഏതൊക്കെ ചാപ്റ്റേഴ്സ്, ഞാൻ എല്ലാ ചാപ്റ്ററും പഠിക്കുന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല എല്ലാ ചാപ്റ്ററും കൂടെ പഠിക്കാൻ, അങ്ങനെ പഠിക്കണോ അതോ പഠിക്കാൻ പറ്റുമോ അറിയില്ല. ഞാനിപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SCRT ലക്ഷ്യയുടെ ഒരു വീഡിയോ ഉണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളത്.
ആ വീഡിയോ ബേസിലാണ് ഞാനിപ്പം SCERT വായിക്കുന്നത്. അപ്പം ഞാൻ പ്രധാനമായിട്ടും സയൻസാണ് ഇപ്പം തുടങ്ങിയത്. കാരണം ഞാൻ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ എനിക്ക് സയൻസ് ഡിഫിക്കൾട്ടാണ്. അതിൻ്റെ കൂടെ അത് മലയാളത്തിലും കൂടി ആകുമ്പം ഒന്നും മനസ്സിലാവില്ല. അപ്പം ഞാനത് ആണിപ്പം ഇപ്പോൾ ബയോളജി ആയതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വായിക്കുന്നു, അതിൻ്റെ നോട്ട്സൊക്കെ ഇരുന്ന് പഠിക്കുന്നു, അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് സമയമുള്ള പോലെ SCERT വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. അല്ലെങ്കിൽ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പഠിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും കംഫർട്ട് ഉണ്ടല്ലോ അല്ലേ. അപ്പം ഞാനാണെങ്കിൽ ഇടയ്ക്ക് എനിക്ക് റാങ്ക് ഫയൽ നോക്കി പഠിക്കണമെന്ന് തോന്നി റാങ്ക് ഫയലൊക്കെ വാങ്ങിച്ച് റാങ്ക് ഫയൽ നോക്കി പഠിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതങ്ങ് മടുത്ത്. ഇത് ഒരിടത്തും എത്തുന്നില്ല, ഇത് തീരുന്നില്ല, ആകപ്പാടെ ഒരു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ സ്വന്തം നോട്ട്സും ക്ലാസ്സും അങ്ങനെ അതിലോട്ട് തിരിച്ചെത്തി. അപ്പം എല്ലാം നമ്മുടെ കംഫർട്ടാണ്. നമ്മൾ അൾട്ടിമേറ്റായിട്ട് സ്കോർ ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ എങ്ങനെ പഠിച്ചാലും മാർക്ക് സ്കോർ ചെയ്യണം, അത്രേ ഉള്ളല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാനങ്ങനെ എൻ്റെ നോട്ട്സ് എല്ലാം റിവൈസ് ചെയ്യുന്നു. ഇത് ഞാൻ SCERT കണ്ട ക്ലാസ്സിൽ നിന്നുള്ള നോട്ട്സാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു.